PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ കോഡ് 147/2024 പ്രകാരം കേരള PSC നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്? 1917. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. രണ്ടാമത്തെ ചോദ്യം, ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ? നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. മൂന്നാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് ആക്ട്. നാലാമത്തെ ചോദ്യം, ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏതാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായമാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. ആറാമത്തെ ചോദ്യം, ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന ഏതാണ്? ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ ആർമി. ഏഴാമത്തെ ചോദ്യം, കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മാർത്താണ്ഡവർമ്മ. എട്ടാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ്? ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലമാണ് മലബാർ. ഒമ്പതാമത്തെ ചോദ്യം, വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം സമത്വ സമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പത്താമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ച നേതാവ് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നടത്തിയത്. പതിനൊന്നാമത്തെ ചോദ്യം, ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. ശ്രീരംഗപട്ടണം സന്ധി. പന്ത്രണ്ടാമത്തെ ചോദ്യം, രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി. പതിമൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരെന്താണ്? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരാണ് പാർലമെന്റ്. പതിനാലാമത്തെ ചോദ്യം, രാജ്യസഭാംഗങ്ങളുടെ കാലാവധി എത്രയാണ്? രാജ്യസഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. 6 വർഷം. പതിനഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. പതിനാറാമത്തെ ചോദ്യം, 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം ഏതാണ്? 2024 ഒളിമ്പിക്സ് നടന്നത് പാരീസിൽ വെച്ചാണ്. പതിനേഴാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് സോജൻ ജോസഫ്. പതിനെട്ടാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഉരുമ്പുരുക്കുശാലകൾ സഹായം നൽകിയ രാജ്യങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, 1ഉം 4ഉം ജോഡികൾ ശരിയാണ്. അതായത് ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാലയ്ക്ക് സഹായം നൽകിയ രാജ്യമാണ് ബ്രിട്ടൻ. ഇത് ശരിയാണ്.
അതുപോലെ ഭിലായ് ഇരുമ്പുരുക്കുശാലയ്ക്ക് സഹായം നൽകിയ രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ. 1ഉം 4ഉമാണ് ശരിയായ ജോഡികൾ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാലയ്ക്ക് സഹായം നൽകിയ രാജ്യമാണ് റഷ്യ. അതുപോലെ റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യമാണ് ജർമ്മനി. 19ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങളാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, മെച്ചപ്പെട്ട ജലസേചന സൗകര്യങ്ങൾ, കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, മെച്ചപ്പെട്ട ജലസേചന സൗകര്യം, കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായം ഇവയെല്ലാം ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങളാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. എല്ലാം ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 20ാമത്തെ ചോദ്യം. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. 21ാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി ആരാണ്? സർദാർ കെ.എം. പണിക്കരാണ്. ഉത്തരം ഓപ്ഷൻ ഡി. കെ.എം. പണിക്കർ. സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തിയാണ് സർദാർ കെ.എം. പണിക്കർ. 22ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് തുമ്പയിലാണ്. തിരുവനന്തപുരത്തെ തുമ്പയിലാണ്. 23ാമത്തെ ചോദ്യം. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ബ്രസീൽ. ഉത്തരം ഓപ്ഷൻ ബി. ബ്രസീലിൽ വെച്ചാണ് 2024 G20 ഉച്ചകോടി നടക്കുന്നത്. 24ാമത്തെ ചോദ്യം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി. 6 മെഡലുകൾ. ഇന്ത്യ 6 മെഡലുകളാണ് പാരീസ് ഒളിമ്പിക്സിൽ നേടിയത്. ഉത്തരം ഓപ്ഷൻ ഡി. 6. 25ാമത്തെ ചോദ്യം. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും താഴെ തന്നിരിക്കുന്നു. അതിൽ ചേരാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി. 26ാമത്തെ ചോദ്യം. ഉത്തരമഹാസമതലത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏതു വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലീഭാഗർ മേഖലകൾ? ഉത്തരം ഓപ്ഷൻ എ. രാജസ്ഥാൻ സമതലം. 27ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖങ്ങളെ മുകളിൽ നിന്നും താഴേക്ക്, അതായത് വടക്ക് തെക്ക് ശരിയായി ക്രമീകരിക്കുക. ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖങ്ങളെ മുകളിൽ നിന്നും താഴേക്ക് ശരിയായി ക്രമീകരിക്കുക. ഉത്തരം വരുന്നത് കാണ്ടല, മുംബൈ, മർമഗോവ, മംഗലാപുരം. 28ാമത്തെ ചോദ്യം. ഒരു ഉപദ്വീപീയ നദിയുടെ സവിശേഷതകൾ താഴെ പറയുന്നു. നദി ഏതെന്ന് തിരിച്ചറിയുക. ഞാൻ റായ്പൂരിലെ സിഹാവയിൽ നിന്നും ഉത്ഭവിക്കുന്നു. റായ്പൂരിലെ സിഹാവയിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. അതുപോലെ എൻ്റെ കുറുകെയാണ് ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. എൻ്റെ പോഷക നദികളാണ് ഇബ്, ടൽ എന്നിവ എൻ്റെ പോഷക നദികളാണ്. നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. മഹാനദിയുടെ പ്രത്യേകതകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. 29ാമത്തെ ചോദ്യം. തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ്?
ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. കോറമാണ്ടൽ തീരസമതലം കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമാണ്. കൊങ്കൺ തീരസമതലവും ഗുജറാത്ത് തീരസമതലവും അതുപോലെ മലബാർ തീരസമതലവും പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമാണ്. 30ാമത്തെ ചോദ്യം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ. 2024 പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര നേടിയത് വെള്ളി മെഡലാണ്. ജാവലിൻ ത്രോയിൽ അദ്ദേഹം നേടിയത് വെള്ളി മെഡലാണ്. അതുപോലെ മനു ഭാക്കർ വെങ്കല മെഡൽ നേടി. 10 മീറ്റർ എയർ പിസ്റ്റലിലാണ് മനു ഭാക്കർ വെങ്കല മെഡൽ നേടിയത്. സ്വപ്നിൽ കുശാലെ വെങ്കല മെഡൽ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ്. ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം വെങ്കല മെഡലാണ് നേടിയത്. 31ാമത്തെ ചോദ്യം. ഈ സമീപകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി. പോളണ്ട്, ഉക്രൈൻ. 32ാമത്തെ ചോദ്യം. ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് UPS. ഇത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി. പുതിയ പെൻഷൻ പദ്ധതി. UPS എന്നത് ഒരു പുതിയ പെൻഷൻ പദ്ധതിയാണ്. 33ാമത്തെ ചോദ്യം. ആനന്ദ് ഏകർഷി ഈ സമീപകാലത്ത് വാർത്തയിൽ ഇടം നേടിയ വ്യക്തിയാണ്. എന്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ശ്രദ്ധേയനായത്? ഉത്തരം മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് അദ്ദേഹം നേടിയത്. ഉത്തരം ഓപ്ഷൻ സി. 34ാമത്തെ ചോദ്യം. 2011 ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ്? 1084 1084. 35ാമത്തെ ചോദ്യം. തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവ മണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ. അപ്പോൾ കോന്നി, തെന്മല, അച്ചൻകോവിൽ ഇവയെല്ലാം അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. 36ാമത്തെ ചോദ്യം. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി ജില്ല. ഇടുക്കി. 37ാമത്തെ ചോദ്യം. താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായ ഒരു സവിശേഷത എന്താണ്? വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളുടെ പൊതുവായ സവിശേഷതയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഇതെല്ലാം കടൽ തീരം ഇല്ലാത്ത ജില്ലകളാണ്. കടൽ തീരം ഇല്ലാത്ത ജില്ലകളാണ് വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. 38ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 39ാമത്തെ ചോദ്യം. കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു. ഇതിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി. വെള്ളായണി തടാകം, തിരുവനന്തപുരം. വെള്ളായണി തടാകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. അഷ്ടമുടി കായൽ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവല്ലം കായൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. 40ാമത്തെ ചോദ്യം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. 1, 2, 4 ശരി. 1, 2, 4 പ്രസ്താവനകൾ ശരിയാണ്. അതായത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി കാനഡ സർക്കാരിൻ്റെ സഹായത്താൽ നിർമ്മിച്ചതാണ്. കാനഡ സർക്കാരിൻ്റെ സഹായത്താൽ നിർമ്മിച്ചതാണ്. ഇത് ശരിയാണ്. കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. ഇതും ശരിയാണ്. വൈദ്യുതി ഉണ്ടാക്കിയതിന് ശേഷം പവർ സ്റ്റേഷനിൽ നിന്നും ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു. ഇതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി. 1, 2, 4 പ്രസ്താവനകൾ ശരിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.